CPMൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവായിരുന്ന, അതൊരു ഭൂതകാലമാണ്, ഇപ്പോൾ ഒന്നുമല്ല, കറിവേപ്പില, ജി സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്ന് പറയാനും പറ്റില്ല. അദ്ദേഹം നിരവധി തവണ MLA ആയിട്ടുണ്ട്, മന്ത്രിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് ചില സംഘികൾക്ക് പോലും സങ്കടമൊക്കെ ഉണ്ട്. അവർ അനുകൂലിച്ചും മറ്റുമൊക്കെ പോസ്റ്റും കമൻറ്റും ഒക്കെ ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഈ ജി സുധാകരൻ എന്ന വ്യക്തി അദ്ദേഹം ഇതുവരെ ചെയ്തു വെച്ച, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചെയ്തു വെച്ച കാര്യങ്ങളുടെ കർമ്മഫലമാണ് ഈ അനുഭവിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി എന്താണ് ചെയ്തു വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആലപ്പുഴക്കാരനാണ്, കുട്ടനാട്ടുകാരനാണ് എന്ന് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടിട്ടുള്ള കാര്യമാണ്. ചില സുഡാപ്പി പോക്കറ്റ് ഏരിയകളുണ്ട് ആലപ്പുഴയിൽ. അവർക്ക് സ്വാധീനമുള്ള ചില സ്ഥലങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ശ്രീരാം വെങ്കിട്ടരാമനെ അവിടെ ആലപ്പുഴ കളക്ടറായിട്ട് നിയമിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങിയ ചില സ്ഥലങ്ങളും മറ്റുമുണ്ട്. എന്താ കാരണം? ഇദ്ദേഹം ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു, ആ വാഹനം മുട്ടി ഒരു മുസ്ലിം പത്രപ്രവർത്തകൻ മരിച്ചുപോയി. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ കേസ് പറഞ്ഞിട്ടാണ് സർവീസിലൊക്കെ തിരിച്ചു കയറിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നിയമനം കൊടുക്കണം. അത് ആലപ്പുഴയിൽ കൊടുത്തപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുഡാപ്പികൾ തെരുവിലിറങ്ങിയ സ്ഥലമാണ് ഈ ആലപ്പുഴ. അത് പലതും ഈ ജി സുധാകരൻ്റെ പ്രവർത്തന മേഖലയായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു 10 വർഷത്തിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ചില ഈ സുഡാപ്പി ഭൂരിപക്ഷ മേഖലയിൽ അവിടുത്തെ സ്ത്രീകളും മറ്റുമൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലുമൊക്കെ നിൽക്കും. അപ്പോൾ അവർ ഈ ഫ്ലെക്സിൽ ഫോട്ടോ ഒന്നും വെക്കില്ല. നമുക്കറിയാമല്ലോ സ്വാഭാവികമായിട്ടും. കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ഫോട്ടോ വെക്കുന്നതിന് മടിയൊന്നുമില്ല, അവർ വെക്കും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കാൻ നിൽക്കുന്ന ഈ താത്തമാർ ഫോട്ടോ വെക്കില്ല. ഒന്നുകിൽ ഭർത്താവിൻ്റെ ഫോട്ടോ വെക്കും, അല്ലെങ്കിൽ വല്ല പൂവോ കായോ ഒക്കെ ആയിരിക്കും വെക്കുന്നത്. പക്ഷേ ഈ ഫ്ലെക്സിൽ അവർ മറക്കാതെ എഴുതുന്ന മറ്റൊരു വാചകം കൂടിയുണ്ട്. സഖാവ് ജി സുധാകരൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി എന്നുകൂടെ എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ ആലപ്പുഴയിൽ അത്രയേറെ സുഡാപ്പിവൽക്കരണം നടത്താൻ കാരണക്കാരനായ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ജി സുധാകരൻ. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്തും മണ്ഡലമൊക്കെ നോക്കാൻ ഏൽപ്പിച്ചത് H സലാം എന്ന് പറഞ്ഞ നിലവിലെ MLA ആണ്. അപ്പോൾ ആ സമയത്ത് തന്നെ അയാൾക്ക് സുഡാപ്പി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചത് BJPക്കാരല്ല, ആ പാർട്ടിയിലുള്ളവർ തന്നെയാണ്. ഒടുവിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജി സുധാകരനെ സുഡാപ്പികൾ വെട്ടി. പകരം അവരുടെ നിർദ്ദേശപ്രകാരം H സലാം അവിടുത്തെ സ്ഥാനാർത്ഥിയായി, ഭൂരിപക്ഷം കുറവാണെങ്കിലും അയാൾ ജയിച്ചു. അപ്പോൾ മുതലാണ് ജി സുധാകരന് കാര്യങ്ങൾ തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് മനസ്സിലാക്കിയത്. അല്ലെങ്കിലും ഒരു ശക്തി ആർജിക്കുന്ന സമയം വരെ മാത്രമേ ഈ സുഡാപ്പികൾ ഇടതുപക്ഷത്തിനെയാണെങ്കിലും വലതുപക്ഷത്തിനെയാണെങ്കിലും ഉപയോഗിക്കൂ. ആ സമയത്ത് അവരുടെ കീഴിൽ നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് അംഗബലമായി എന്ന് കണ്ടു കഴിയുമ്പോൾ തങ്ങളെ വളർത്തിക്കൊണ്ട് വന്നവരെ തന്നെ അവർ വെട്ടും. അതാണ് ആലപ്പുഴയിൽ സംഭവിച്ചത്. പിന്നീട് അക്കാലത്ത് ഓർമ്മയുണ്ടോ, അദ്ദേഹം ലാദിന് വേണ്ടി കവിത എഴുതി. മാത്രമല്ല പൂജാരിമാരുടെ കോണാൻ തപ്പാൻ പോലും മടിയില്ലായിരുന്നു ഈ ജി സുധാകരൻ എന്ന വ്യക്തിക്ക്. ശബരിമലയിലെ ഈ നാമജപ പ്രക്ഷോഭത്തിനും മറ്റുമൊക്കെ വളരെ മോശം പരാമർശമാണ് ഈ ജി സുധാകരൻ നടത്തിയത്. അതേ വ്യക്തിക്ക് ഒടുവിൽ രാമായണ പാരായണവും മറ്റുമൊക്കെ ആയിട്ട് കാലം കഴിച്ചു നീക്കേണ്ട ഒരവസ്ഥയിൽ വന്നു. ഇതാണ് സുധാകരനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം. ഇത് മറന്നുകൊണ്ടാണ് ചില സംഖ്യകളും മറ്റുമൊക്കെ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്തു വെച്ച ഏറ്റവും വലിയ തെറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാണ്ട് 80% ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ആലപ്പുഴ പോലെ ഒരു ജില്ലയിൽ CPM പോലെ ഈ ഹിന്ദു മെജോറിറ്റിക്ക് എപ്പോഴും പ്രാധാന്യമുള്ള ഒരു പാർട്ടിക്ക് ആലപ്പുഴയുടെ കടിഞ്ഞാൻ കൊണ്ട് സുഡാപ്പികൾക്ക് കൊടുക്കാൻ കാരണമായ വ്യക്തിയാണ് ഈ ജി സുധാകരൻ. അത് അയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റായിരുന്നു. പിന്നീട് അയാളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം പോയപ്പോൾ അദ്ദേഹം തന്നെ പാർട്ടിക്ക് വെളിയിലാവുന്ന അവസ്ഥയിലെത്തി. ഇന്നിപ്പോൾ അയാളെ കുലംകുത്തിയെന്നും തനിക്ക് മാപ്പില്ല എന്നും പറഞ്ഞുകൊണ്ട് താൻ പുതിയ ചിഹ്നവുമായിട്ട് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന അവസ്ഥയിൽ വരെ എത്തി നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തും അഭയമില്ലാതെ, ഒരു പക്ഷേ കോൺഗ്രസ് പിന്തുണച്ചേക്കും, അറിയില്ല. പക്ഷേ BJPയിലേക്ക് വിളിച്ചാലും അഥവാ ഇനി വന്നാലും സംഖ്യകൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഈ സത്യമൊക്കെ അറിയാവുന്ന ആലപ്പുഴക്കാരായിട്ടുള്ള സംഖ്യകൾ നിരവധി ഉണ്ടേ. മാത്രമല്ല ഇപ്പോൾ മറ്റ് സംഖ്യകളും ഈ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നുണ്ട്. ആലപ്പുഴയെ, അതിൻ്റെ മുനിസിപ്പാലിറ്റിയെ, അല്ലെങ്കിൽ ആ ചില പ്രദേശങ്ങളെ, അമ്പലപ്പുഴ പോലുള്ള സ്ഥലങ്ങൾ, വളഞ്ഞവഴി പോലുള്ള സ്ഥലങ്ങൾ, അമ്പലപ്പുഴ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, വണ്ടാനം മെഡിക്കൽ കോളേജിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, ഏതാണ്ട് അറവുകാട് വരെയുള്ള സ്ഥലങ്ങളെല്ലാം സുഡാപ്പിവൽക്കരണം നടത്താൻ പ്രധാനപ്പെട്ട കാരണക്കാരനായ വ്യക്തിയാണ് ഈ ജി സുധാകരൻ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി അനിവാര്യമായ ഒരു പതനത്തിലേക്ക് തന്നെയാണ് പതിച്ചത്. അതിൽ ആർക്കും ഒരു വിഷമവും തോന്നേണ്ട കാര്യമില്ല. അയാളുടെ കർമ്മഫലമാണ് അയാൾ അനുഭവിക്കുന്നത്.